നമുക്കറിയാവുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നമ്മൾ പോലും അറിയാത്ത ക്യാരക്ടർ ഉണ്ടാവും. ഒറ്റയ്ക്ക് പറക്കാനും ഏറെ ദൂരം പിടിച്ചു നിൽക്കാനും പഠിക്കണം. എല്ലായ്പ്പോഴും ചില്ല് കിട്ടിയെന്ന് വരില്ലല്ലോ. തോറ്റേക്കാം ഒരുപാട് തവണ. എന്നാലും നീ നിന്റെ വിശ്വാസം കൈവിടേണ്ട. നിന്നിൽ വന്നു ചേരാൻ ഉള്ളതാണെങ്കിൽ അതിൽ നിന്നിൽ വന്നു ചേരുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. ചില സൗഹൃദങ്ങൾ പ്രണയത്തെയും മറികടക്കും. അവർ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ആരുടെ അടുത്ത വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇഷ്ടം തോന്നിയപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാതാകുമ്പോൾ പറയാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ശ്വാസമുണ്ടാകും, പേരുണ്ടാകില്ല. മരിക്കുമ്പോൾ ശ്വാസമുണ്ടാകില്ല, പേരുണ്ടാകും. ഈ ശ്വാസവും പേരും തമ്മിലുള്ള അകലമാണ് ജീവിതം. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് വരും. അതിനെ നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അവൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞു നടക്കും. പുറമേ എത്ര സന്തോഷം കാണിച്ചാലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ നമുക്കല്ലേ അറിയൂ. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളില്ലേ, അത് നിങ്ങളുടെ ആരാണ്? എല്ലാവർക്കും വേണ്ടി എല്ലായിടത്തും ഓടി നടന്നിട്ട് അവസാനം എൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കി ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുക. നീ തേടുന്നത് ചിലപ്പോൾ നിന്നെയും തേടും. കൗതുകം തീർന്ന ചില മനുഷ്യർ മടുപ്പ് പറയില്ല, പകരം തിരക്ക് അഭിനയിക്കും. ഒരു സ്ത്രീ നിങ്ങളോട് നിരാശയോ അസ്വസ്ഥതയോ കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങിയെന്നാണ്. ഉയർന്ന ഐക്യമുള്ള സ്ത്രീകൾക്ക് ഇണയെ കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. തെറ്റായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവർ അവിവാഹിതരായി തുടരാൻ ഇഷ്ടപ്പെടുന്നു. പുരുഷന്മാരെക്കാൾ ശരാശരി 20% സ്ത്രീകളും നിറങ്ങളിലെയും ആകൃതിയിലെയും വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നു. ഭൂരിഭാഗം സ്ത്രീകളും സുഖസൗകര്യങ്ങളെക്കാൾ സ്റ്റൈലാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലതിന് ഒന്നും രണ്ടാമത് ഒരു അവസരം ഇല്ല. ഒരിക്കൽ പോയത് പോയത് തന്നെയാണ്. സ്നേഹിക്കുക അതിരുകളില്ലാതെ, അറ്റമില്ലാതെ, നമ്മളെ മാത്രം. ഒരു പരിധിയിലാവുക. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ, പരിഗണനയിലും പ്രാധാന്യത്തിൽ സ്വയം വേദനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. സ്നേഹം, പരിഗണന, സന്തോഷം, സമാധാനം. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള, എത്ര വില കൊടുത്തും എന്നാൽ നേടാൻ കഴിയാത്തതുമായ 4 കാര്യങ്ങളാണ് ഇവ. മനഃശാസ്ത്ര അറിവുകൾ. മണ്ടത്തരങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ ഉപബോധ മനസ്സിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശം വലതുവശത്തേക്കാൾ കൂടുതൽ പ്രകടമാണ്. ശക്തമായ കുറ്റബോധമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒടുവിൽ ഒറ്റപ്പെടുന്നു. ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. പ്രതീക്ഷയോടെ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ചിന്ത മാത്രം മതി ജീവിക്കാൻ. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ മാതാപിതാക്കളുടെ പുഞ്ചിരി കാണുക എന്നതാണ്. ആ പുഞ്ചിരിക്ക് കാരണം നമ്മളാണെങ്കിൽ സന്തോഷം ഇരട്ടിയാകും. എത്രത്തോളം കൂടെ ഉണ്ടായി എന്നതല്ല, അന്നും ഇന്നും എത്രത്തോളം മനസ്സിലാക്കി എന്നതിലാണ് സത്യം. പരസ്പരമുള്ള സ്നേഹത്തേക്കാൾ എത്രയോ വലുതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. നമ്മുടെ ശരീരത്തിന് ആഹാരവും വ്യായാമവും എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക എന്നത്. മനുഷ്യർ എന്നും എപ്പോഴും എന്തിനെയെങ്കിലും കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്ക് ഒരു രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കുന്നത് ശരാശരി 47 മണിക്കൂറും 15 മിനിറ്റുമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ ഒരു അപരിചിതനെ കാണുകയാണെങ്കിൽ അതിനർത്ഥം അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ്.
നമ്മുടെ കണ്ണുകൾ നിറഞ്ഞാൽ, നമ്മുടെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ നമ്മൾ നമ്മളെ അറിയുന്ന ഒരാളുണ്ട്, അമ്മ. അമ്മ തരുന്ന ധൈര്യം അത് മറ്റാർക്കും തരാൻ കഴിയില്ല. ചേർത്തു പിടിക്കേണ്ട സമയത്തു തന്നെ ചേർത്തു പിടിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ചേർത്തു പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് മാഞ്ഞു പോയേക്കാം. ലോകത്തുള്ളവർക്ക് നിങ്ങളെ മടുത്താലും നിങ്ങൾക്ക് നിങ്ങളെ മടുക്കാൻ അനുവദിക്കാതിരിക്കുക. വന്ന വഴി മറക്കുന്നവരാണ് അധികവും. അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അതുപോലെ തന്നെ ബന്ധുക്കളാണെങ്കിലും നിങ്ങൾ വന്ന വഴി മറക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുക. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. കാത്തിരിപ്പ് വേദനയാണ്. മറക്കുന്നത് എന്നാൽ രണ്ടിൽ ഏതു വേണമെന്ന് തീരുമാനിക്കുന്നത് ആണ് ഏറ്റവും വലിയ വേദന. സുഖസൗകര്യങ്ങളുടെ ലോകം വാഗ്ദാനം ചെയ്യുന്ന എന്തിൽ നിന്നും അകന്നു നിൽക്കുക. അർത്ഥം പറഞ്ഞു തരാൻ ഒരാൾ അരികിലെത്തും വരെ പ്രണയം ഒരു വാക്കുമാത്രമാണ്. നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാം, നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാരാണ്. നമ്മുടെ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ജീവിതം അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ തീരൂ. അതാണ് ജീവിതം. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, ഒന്നുമല്ലെന്ന് കാലം തെളിയിക്കും. മനഃശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ ഭാവി പദ്ധതികൾ, സ്വപ്നങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങളുടെ നീരസങ്ങൾ, പകകൾ, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, പരിഹരിക്കപ്പെടാത്ത അരക്ഷിതാവസ്ഥകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ വീക്ഷണങ്ങൾ. കേട്ടതോ കണ്ടതോ ആരെങ്കിലും പറഞ്ഞതോ അല്ല, ഞാൻ അനുഭവിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ശരികൾ. നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറത്തുനിന്ന് ആൾക്കാർ നമ്മളെ കാണുന്ന അതേ രീതിയിൽ നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങിയാൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം. ഇടയ്ക്ക് സംസാരം നിന്നു പോവാതെ നോക്കിക്കോ. ഒരു വട്ടം അത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടരാൻ എളുപ്പമല്ല. നമ്മളും അവരും ചിലപ്പോൾ അപരിചിതർ പോലെ ആയിപ്പോകും. ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നവരൊന്നും നമ്മെ ഓർക്കുന്നുണ്ടാവില്ല. നമ്മൾ മറന്നവരൊന്നും നമ്മെ മറന്നിട്ടുണ്ടാവില്ല. എത്ര നന്നായി വിവരിച്ചു പറഞ്ഞാലും നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മളെക്കാൾ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളെ ഇഷ്ടമാണോ എന്നറിയാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രം മതി. നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരെല്ലാം ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. അപ്പോഴും നമ്മൾ തനിച്ചാണ്. മിണ്ടാതിരുന്നാൽ മാത്രമല്ല, എപ്പോഴും മിണ്ടിയില്ലെങ്കിലും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. നമ്മളാരും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ആകരുത്. നമ്മുടെ ജീവിതം അതിനു വേണ്ടി നീക്കിക്കൊടുക്കരുത്. കാരണം നമ്മുടെ ജീവിതം കുറച്ച് ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടോ എന്ന് ചൂഴ്ന്നു നോക്കുന്നവർ. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരോടുള്ള എതിർപ്പിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും എപ്പോഴും നന്ദിയുള്ളവർ ആയിരിക്കണം. നമുക്കേറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനിയൊരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. നെഞ്ചിനകത്തെ വിങ്ങൽ. നമ്മളെ വേണ്ട എന്ന് പറയുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്തോറും അവിടെ ശ്വാസം മുട്ടുന്നത് നമുക്ക് തന്നെയാണ്.
സ്നേഹമുള്ളിടത്ത് പിണക്കമുണ്ട്, പിണക്കമുള്ളിടത്ത് ഇണക്കവും. മനുഷ്യരാണ്, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.